മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ഉപേക്ഷിച്ച് സർക്കാർ ഉത്തരവ്. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ആരോപണ വിധേയരായതിനെ തുടർന്ന് സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തി സോണ്ട കമ്പനിക്കായിരുന്നു കരാർ. കൊച്ചിയും തിരുവനന്തപുരവും അടക്കം 4 പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിച്ചെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ പുറത്തിറക്കിയ ഉത്തരവിലുള്ളത്. CPIM നേതാവ് വൈക്കോം വിശ്വന്റെ മരുമകന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സോണ്ട. രാജ്യത്ത് തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികളൊന്നുമില്ലാതിരിക്കുകയായിരുന്നു കേരളം 6 വർഷം നഷ്ടപ്പെടുത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് കിട്ടി. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. TV പ്രസാദ്, മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി സർക്കാർ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജിയ, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഇറങ്ങിയതെങ്കിലും അതിന് വ്യക്തതയോടുകൂടി ഉത്തരവിറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് എന്നതാണ്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമയാണ് ഉത്തരവിറക്കിയത്. 4 പ്ലാന്റുകളിലെ പദ്ധതിയാണ് പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത്. അതിൽ തിരുവനന്തപുരമുണ്ട്, കോട്ടയം, കൊച്ചി, കൊല്ലം എന്നീ 4 പ്ലാന്റുകളുടെ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങുന്നത്. സുജയ, നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനം വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിലേക്ക് നീങ്ങിയിരുന്നു. അതായത് ഓരോ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടിടുന്നതിന് പകരം, അതായത് വിളപ്പിൽശാല മോഡലുകൾ കേരളത്തിൽ നടപ്പിലാവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ നീക്കം. ഓരോ വീടുകളിൽ നിന്നും അവരവരുടെ മാലിന്യം വേർതിരിച്ച്, അതായത് പ്ലാസ്റ്റിക്കും ജൈവവുമെല്ലാം വേർതിരിച്ച് അതാത് വീടുകളിൽ തന്നെ സംസ്കരിച്ച് പ്ലാസ്റ്റിക് കൊടുത്തയക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് പല ഘട്ടങ്ങളിലും മാറി മറിഞ്ഞു വന്നു. ഏറ്റവും ഒടുവിലാണ് ഈ വികേന്ദ്രീകരണം എന്നത് വേണ്ട, കൂട്ടത്തോടെ തന്നെ ഒന്നിച്ച് മാലിന്യം കൊണ്ടുപോയി അത് വൈദ്യുതി ഉണ്ടാക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. വലിയ പഠനങ്ങൾ നടന്നു. പക്ഷേ രാജ്യത്ത് ഒരു സ്ഥലത്തും മാതൃകാപരമായി വേസ്റ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഡൽഹിയിലെ ഓഖ്ലയിലാണ് ഇത് പ്രായോഗികമായി നടക്കുകയെങ്കിലും ചെയ്യുന്നത്. പക്ഷേ അവിടെയും ലാഭകരമല്ല. പക്ഷേ എന്നിട്ടും കേരളത്തിൽ ഈ പദ്ധതി തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, തുടക്കത്തിൽ തന്നെ വലിയ ആരോപണവും ഉയർന്നിരുന്നു. അതായത് ഈ സോണ്ട ഇൻഫ്രാടെക് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഇങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഒരു മുൻ പരിചയമേയില്ല. എന്നിട്ടും ഈ പദ്ധതികളിലെ കരാറുകാരായി മുഴുവൻ പദ്ധതികളിലേക്കും സോണ്ട വന്നു. അപ്പോൾ തന്നെ ആരോപണം ഉയർന്നതാണ്. CPIM-ന്റെ മുതിർന്ന നേതാവായ വൈക്കം വിശ്വന്റെ മരുമകന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സോണ്ട എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനി പിന്നീട് കേരളത്തിന്റെ സമൂഹത്തിൽ വലിയ വിവാദമാകുന്നത് ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തോടു കൂടിയാണ്. അതിൽ ആരോപണ വിധേയരായ ഈ കമ്പനിയെ പിന്നീട് സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തു. സുജയ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പദ്ധതി ഉപേക്ഷിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പദ്ധതി നടപ്പാക്കാനുള്ള ഫണ്ട് കണ്ടെത്താൻ ഈ കമ്പനിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൽ കാരണമായി പറയുന്നത്. ചുരുക്കത്തിൽ കേരളത്തിന് വലിയ തോതിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മുന്നോട്ട് പോകേണ്ട 6 വർഷമാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇല്ലാതായത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കത്തിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും കൊച്ചിയിലും അടക്കമുള്ള പ്രധാനപ്പെട്ട ഈ കേന്ദ്രങ്ങളിലെല്ലാം ഇനിയിപ്പോൾ പഴയതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ടി വരും. ഇനിയിപ്പോൾ ബയോഗ്യാസ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലേക്ക് ഗ്യാസിലേക്ക് മാലിന്യത്തെ മാറ്റുക എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ സുജിയ, ഇത്രയും കാലമായിട്ടും കേരളത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഒരു വ്യക്തമായ ലക്ഷ്യം കൈവരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് അപമാനം തന്നെയാണ്. ഒടുവിൽ 6 വർഷം നഷ്ടപ്പെടുത്തി സർക്കാരിന് വലിയ നഷ്ടമുണ്ടാക്കി. KSIDC ആയിരുന്നു നോഡൽ ഏജൻസി. KSIDCക്ക് ഇതിൻ്റെ ഭാഗമായി ഒരുപാട് സമയവും ഒപ്പം പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോണ്ട കമ്പനിക്കാണെങ്കിൽ പറയത്തക്ക ഒരു നഷ്ടവും ഉണ്ടായിട്ടുമില്ല. അവരിൽ നിന്ന് നഷ്ടം തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടിയുമില്ല. ചുരുക്കത്തിൽ ഒരു വലിയ പദ്ധതി, ഒരുപാട് ചർച്ച ചെയ്ത പദ്ധതി, അത് പൂർണ്ണമായി സർക്കാർ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവോടുകൂടി വ്യക്തത വരുന്നത്. സുജയ, തദ്ദേശ വകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ TV പ്രസാദ് പങ്കുവച്ചത്. സോണ്ട കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഇതിലെ പ്രതികരണം എന്താണ് എന്നത് നമുക്കറിയണം. അതിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഇപ്പോൾ ഇടവേള.